ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് എറോ സ്റ്റേറീസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി കേരള പിറവി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയി കാണിച്ചു. ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ലേറ്റായി പോയതാട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് എൻ്റെ കേരളപ്പിറവി ആയതുകൊണ്ട് സ്കൂളിൽ കേരളപ്പിറവി ആഘോഷമുണ്ട്. അപ്പോൾ ഒരു മലയാളി മങ്ക ഗെറ്റ് റെഡി വിത്ത് മീ ഓർ മലയാളി മങ്ക ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് പോലെ കണ്ടിട്ട് നിങ്ങൾക്ക് വല്ല മലയാളി മങ്ക ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ചെയ്താൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതെ, നമുക്ക് ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ഇട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മുടി എടുത്തിട്ട് സൈഡിൽ കൊണ്ടുവന്നിട്ട് ഹൈ സൈഡ് പോണിറ്റയിൽ കെട്ടുക. എന്നിട്ടൊരു വട, മുടിയിൽ കെട്ടുന്ന വട ഇങ്ങനെ ആ ഒരു നമ്മൾ കെട്ടി വെച്ചേക്കണ ആ മുടിയിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് ഒരു ബ്ലാക്ക് റിബണോ ബ്ലാക്ക് ബുഷോ റബ്ബർ ബാൻഡോ എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് എക്സസ് വന്ന മുടിയൊക്കെ ഒന്ന് യൂപ്പിൻ വെച്ചിട്ടോ സാധാ കമ്പി സ്ലൈഡ് വെച്ചിട്ടോ ഒന്ന് കുത്തി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു മുല്ലപ്പൂ എടുത്ത് വെക്കണം. കാണിച്ച മുല്ലപ്പൂ ആലോ ഒരു കേരളപ്പിറവിയുടെ മറ്റേ മലയാളി മങ്കയുടെ ഒക്കെ തലയിൽ കാണത്. ഈ മുല്ലപ്പൂ വിഗ എന്ന് വെച്ചാൽ ഫേക്കാണ്, ബിക്കോസ് ഇത് നമ്മൾ പോത്തീസിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ പക്ഷേ ഒറിജിനൽ പോലെ ഇരിക്കും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡ്രസ്സിൻ്റെ പരിപാടിയാട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മലയാളി മങ്കയുടെ ഈ ഇങ്ങനെ താഴ്ത്തി കിട്ടുന്ന മുണ്ടില്ലേ, സെറ്റ് സാരിയുടെ മുണ്ട് അതാട്ടോ. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഇങ്ങനെ നമ്മൾ ലെഗിൻസ് വരെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഈ ഒരു സെറ്റ് സാരി ഇങ്ങനെ ഇപ്പം നിങ്ങൾ കാണുന്ന വരെ ടക്കിങ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ലാസ്റ്റ് ഇച്ചിരി പോർഷൻ വരണത് കറക്റ്റായിട്ട് നന്നായിട്ടൊന്ന് ഞൊറി, ഇതേപോലെ കുറച്ച് വൈഡായിട്ടുള്ള ഞൊറി എടുത്തിട്ട് അകത്തേക്കൊന്ന് ടക്കിങ് ചെയ്യണം. ഈ ഡ്രസ്സ് ഫുള്ള് എടുത്ത് തരുന്നത് മമ്മിയാട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടക്കിങ് ചെയ്യാം. അപ്പോൾ ഈ ഞൊറിയൊക്കെ ഞങ്ങൾ നേരത്തെ ചെയ്ത് വെച്ചതാണ്, ബിക്കോസ് നേരത്തെ പിന്നൊക്കെ ചെയ്ത് വെച്ചു. കാരണം വെച്ചാൽ മമ്മി ടീച്ചറാലോ, അപ്പോൾ മമ്മിക്ക് സ്കൂളിൽ ഇത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ 7:15 ഇങ്ങോട്ട് വന്നിട്ട് ഒരുക്കാൻ തുടങ്ങിയത്. കാരണം ഞാൻ മാത്രമല്ല മലയാളി മങ്കയാണ്, എൻ്റെ അനിയത്തി ചക്കും ഉണ്ട്. അപ്പോൾ അവൾക്ക് ആക്കണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നേരത്തെ വന്ന് ഒരുങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആദ്യം ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചുറ്റും ഒന്ന് ഇങ്ങനെ കറക്കിയെടുക്കുക. ഇതേപോലെ ഒന്ന് കറക്കിയെടുത്തിട്ട് നമുക്ക് ഞൊറി എടുത്തത്, ഞാൻ ഞൊറി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ നേരത്തെ ഞൊറി എടുത്ത് വെക്കാം, അല്ലെങ്കിൽ എപ്പോൾ എടുത്താലും മതി, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ഞൊറി എടുത്ത് വെച്ചിട്ട് നമ്മുടെ അകത്തേക്കൊന്നിങ്ങനെ പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ സെറ്റായി കിട്ടിക്കോളും അത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് പിന്നെ കഴിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ആ ഒരു നമ്മൾ എക്സസൈസ് വന്ന ആ ഒരു കസവ് ഇങ്ങനെ നന്നായിട്ട് വിടർന്ന് ഇങ്ങനെ എന്താ പറയുക, നല്ല മൈപ്പീലിയാ ഇങ്ങനെ നന്നായിട്ട് വിടർന്നിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് സെക്കൻഡ് ലെയറിൽ കൊണ്ടൊരു പിന്ന് കുത്തി വെച്ചാൽ മതി. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ കുത്തണ പോലെ അങ്ങ് കുത്തി വെച്ചാൽ സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് മേക്കപ്പ് പരിപാടിയായിട്ട് കിടക്കാം. അപ്പോൾ ഞാൻ മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കോമ്പാക്റ്റ് ആയിട്ട്, ഇതൊക്കെ ഒരു മേക്കപ്പ് സെറ്റ്, ഒരു മേക്കപ്പ് സാധാ പോലെ നമ്മൾ ലോക്കൽ ഒരു മേക്കപ്പ് കിറ്റ് കിട്ടിയില്ലേ, അതിൻ്റെ കൂടെ കിട്ടിയ കോമ്പാക്റ്റ് ആട്ടോ ഞാനിണത്. പിന്നെ ഇത് ഐലൈനറാണ് എനിക്ക് ഏറ്റവും മേക്കപ്പിൽ ഏറ്റവും സിമ്പിൾ ആൻഡ് ഈസി ഒക്കെ ആയിട്ടുള്ളത്. അടിച്ച് ബാക്കിയൊക്കെ നമ്മൾ കറക്റ്റ് ഓക്കെയാണോ നോക്കണം. ഇതെനിക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല. കാണിച്ചു ഇത് ഞാൻ എപ്പോഴും ഇടാറുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര സീനായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ നമുക്ക് ഐലൈനർ ഇട്ട് കൊടുക്കാം. നമ്മളപ്പോൾ ഐലൈനറാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലാക്മേയുടെ ഒരു കൺമഷി ആട്ടോ. അപ്പോൾ നമുക്ക് ആ കൺമഷി വെച്ച് അടിയിൽ ഒന്ന് വരച്ചെടുക്കാം. എന്നാലും നമ്മുടെ കണ്ണ് നല്ല ബ്ലാക്കി ആയിട്ട് മയിൽപ്പീല് പോലെ വിടർന്നിരിക്കത്തുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നമ്മുടെ ഐയിട്ട് കുറച്ച് നന്നായിട്ടൊരു ഒരു കോണ്ടാക്റ്റും ഒരു എടുപ്പ് കിട്ടും. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു വട്ടപ്പൊട്ട് നടുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ പാതി മേക്കപ്പ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കമ്മലിടുക. ഞാൻ ഇടാൻ പോകുന്ന ഇനിയുള്ള ഓർണമെൻറ്റ്സ്, വള, മാല, ചുട്ടി ഒക്കെ എൻ്റെ ഡാൻസിലെ
ഭരതനാട്യം കോസ്റ്റ്യൂമാണ് കേട്ടോ. ഞാൻ ഭരതനാട്യം പണ്ട് പഠിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ നിർത്തി. അപ്പോൾ അതിന് ഞാൻ ഭരതനാട്യം അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരങ്ങേറ്റത്തിൻ്റെ ഫുൾ ഓർണമെൻറ്റ്സ് ആയിട്ട് എടുത്തിട്ട്, അപ്പോൾ അതാണെങ്കിൽ നല്ല ലുക്കുമാണ്, എന്താ ഒരു പ്രൗഢിയാണ്. കുറച്ച് മലയാളി മങ്കന്മാരെന്ന് പറഞ്ഞാൽ പ്രൗഢിയല്ലേ, അപ്പോൾ നല്ല ഒരു എടുപ്പ് കിട്ടും. അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടത്. അപ്പോൾ അതെ, നമുക്കിനി ഒരു വലിയ ആ ഭരതനാട്യത്തിൻ്റെ സെക്കൻഡ് മാല എടുത്തിടാം. നമുക്ക് വളയിടണം കേട്ടോ. അപ്പോൾ ഇത് ഭരതനാട്യത്തിൽ തന്നെ ആ ഒരു സെറ്റിൽ തന്നെയുള്ള വളയാണ് കേട്ടോ. ഇത് ഇട്ടാൽ കുറച്ചും കൂടി സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് ഇരുന്നോളും. അപ്പോൾ അതേ നമ്മൾ വള ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് ഈ ഒരു അരപ്പട്ടയാട്ടോ. അരപ്പട്ട വെച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല എന്താ ഒരു എടുപ്പ് കിട്ടും. ഞാൻ എല്ലാത്തിലും എടുപ്പെന്ന് പറയുന്നത്, കാരണം വെച്ചാൽ അത് അതിന് നല്ലൊരു ലുക്കാണ്. അതിന് പറയാൻ എനിക്ക് വാക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുപ്പിട്ടു മയിൽപ്പീലി പോലെ വീട്ടിൽ നിന്ന് ഇട്ടു എന്നൊക്കെ പറയണത്. അപ്പോൾ നമുക്കിതേ നമ്മൾ അരപ്പട്ടയും സെറ്റാക്കിയിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഊരിപ്പോകും കേട്ടോ. അപ്പോൾ ഞാൻ ടൈറ്റൊക്കെ ചെയ്ത് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചക്കു, ഞാൻ പറഞ്ഞില്ല ചക്കു മലയാളി മങ്കയായിട്ട് പോകണമെന്ന്. അപ്പോൾ അവളെ ഒരുക്കുവാണ് ഒരു കുഞ്ഞ് ക്ലിപ്പാട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാനൊരു പൂത്താലയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പ്രോപ്പർട്ടി ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റ്സിന് ഞാൻ വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്ന്. Next December 212. Next December 212. എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ. എൻ്റെ കേരളം ഒരു സ്വപ്നമാണ്. മഴയിൽ ചിരിക്കുന്ന പച്ചത്തെങ്ങിൻ്റെ ചായയിൽ സ്വപ്നങ്ങൾ തേടുന്ന ഒരു ഭൂമി. എൻ്റെ കേരളം എനിക്ക് അമ്മയെ പോലെയാണ്. എഴുത്തച്ഛൻ എഴുതിയ മലയാളം ഞാൻ സംസാരിക്കുന്നു. കേരളത്തിൽ ജനിച്ചതിന് അഭിമാനങ്ങളും നന്ദി. മാന്യ സദസ്സിന് ഇങ്ങനെ 314. December 314. എല്ലാവർക്കും എൻ്റെ കേരളപ്പിറവി ആശംസകൾ. എൻ്റെ കേരളം മഴയിൽ ചിരിക്കുന്ന പച്ചത്തെങ്ങിൻ്റെ ചായ സ്വപ്നങ്ങൾ തേടുന്ന ഓരോ മഴത്തുള്ളികളിൽ പൊന്തിരിക്കുന്ന മനോഹരമായ നാട്. ഇവിടെ ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം കേരളം വെറും ഒരു ഭൂമിയല്ല, അതൊരു ഹൃദയമാണ്. ഈ നാട്ടിൽ മഴ മഴയായി പാടുന്നു, കാറ്റ് പാട്ടായി മറിയുന്നു, നദികൾ ഒരു മൃദംഗ താളം കൂട്ടുന്നു. എഴുത്തച്ഛൻ എഴുതിയ മലയാളമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിൽ ഒരമ്മയുടെ സ്നേഹമുണ്ട്, അച്ഛൻ്റെ അഭിമാനമുണ്ട്, കുഞ്ഞിൻ്റെ ചിരിയും കുയിലിൻ്റെ പാട്ടുമുണ്ട്. അമ്മ സംസാരിക്കുന്ന ഭാഷ, അതാണ് മാതൃഭാഷ. വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും രൂപം നൽകുന്നത് ഭാഷയാണ്. ഭാഷ കുഞ്ഞിൻ്റെ ഉള്ളിൽ ജന്മനാവുന്നു. മുലപ്പാൽ കുടിക്കുന്നതിനൊപ്പം അമ്മ നൽകേണ്ടത് ഒന്ന് വിശ്വാസവും മറ്റൊരു മാതൃഭാഷയാണ്. മലയാളത്തിലെ പ്രിയ കവി ശ്രീ കുഴിപ്പുഴ ശ്രീകുമാർ മലയാള ഭാഷയിലേക്ക് ഇങ്ങനെ പാടി: നന്മൊഴി നറുമൊഴി മലയാളം, നമ്മുടെ തായ്മൊഴി മലയാളം, കേരള നാടിൻ്റെ മാളവരുടെ മൊഴി കേരളം പ്രിയ മലയാളം. കേരളപ്പിറവിക്ക് ശേഷം 59 വർഷം പിന്നിടുന്ന ഈ വേളയിൽ നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നാം അനുഭവിക്കുന്ന ഈ നേട്ടങ്ങൾക്ക് അടുത്തത് ഒരുക്കിയത് നവോത്ഥാന ആശയങ്ങളും അതിന് ഊർജമാക്കിയ സാമൂഹിക മുന്നേറ്റങ്ങളുമാണെന്ന് ഈ സംശയം പറയാം. ദേവഭൂമി എന്ന വിളിപ്പേരുള്ള ഈ കൊച്ചു കേരളത്തിൽ പിറവിയെടുക്കാൻ കഴിഞ്ഞു എന്നത് നമ്മെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ്. മഹാകവി വള്ളത്തോളിൻ്റെ ഈ 2 വരികൾ മറക്കാനാവോ നമ്മൾ മലയാളികൾക്ക്? ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോരനരമ്പുകളിൽ. നന്ദി. അപ്പോൾ ഇതായിരുന്നു ചക്കുൻ്റെ സ്പീച്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിനകത്ത് എൻ്റെ മലയാളം മങ്ക കാറ്റഗറിയിൽ ഞാനാട്ടോ ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വരുന്ന
പുതിയ വീഡിയോ വരണവരേക്കും എല്ലാവർക്കും ബൈ.